ഞാനെങ്ങാനും മുഖ്യമന്ത്രി ആയാലുണ്ടല്ലോ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി ആയിരിക്കും. എങ്ങനെയായിരിക്കും അറിയാമോ? പച്ച BMW കാറിൽ ഇങ്ങനെ വരുമെന്ന്, മ്യൂസിക്കൊക്കെ ഇട്ട്, എന്നിട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ അലറും. സത്യം പറയണെങ്കിൽ അവന് മുഖ്യമന്ത്രിയായി എനിക്ക് തോന്നുന്ന പ്രളയമൊന്നും ഉണ്ടാവില്ലായിരുന്നു. ഇപ്പം നമ്മൾ ചൂരൽമല, മുണ്ടക്ക അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം വിഴിഞ്ഞം, നീണ്ടകര, ഇവൻ കൊല്ലത്താണ്, അതുകൊണ്ട് വിഴിഞ്ഞം നീണ്ടകര ഭാഗത്തൊക്കെ മറ്റേ തിരമാലകൾ അടിച്ചേറി വന്നാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് അലറിയാൽ മതി. തിരമാല പേടിച്ച് നാളെ രാവിലെ വരാം, ഞാൻ ഇനി ഇവൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് എന്ത് കാര്യം. ഇത്ര നാള് ബിഗ് ബോസ് താരം എന്നായിരുന്നു, ഇപ്പൊ ചാനലുകളിലൊക്കെ വാർത്ത മാറി BJP യുവ നേതാവെന്നായി. സത്യം അതാണ് ഞാൻ പറയണ, ഇതൊറ്റ വരി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം BJPക്ക് ഉള്ളു. പ്രിയദർശനെ കൊണ്ട് പരിചയപ്പെടുത്തി. പ്രിയദർശൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അടുത്ത സിനിമ ഞങ്ങൾ ഒരുമിച്ച്. പ്രിയദർശൻ അറിഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി രാവിലെ വന്ന് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? കുതിരയോട്ടത്തിൽ പുള്ളി പങ്കെടുക്കും. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും? എല്ലാ മത്സരങ്ങളിലും പുള്ളി ജയിക്കും. പുള്ളി അല്ലാതെ ഇന്നുവരെ ആരും ജയിച്ചിട്ടില്ല. കാരണം ആരെങ്കിലും ജയിച്ചാൽ കുതിരയും കാണൂല, ജയിച്ചവനെ കാണൂല. അതുകൊണ്ട് ആരും ജയിക്കാൻ പാടില്ല. സർ, BJPയുടെ താരമുഖങ്ങളിലേക്ക് വന്ന റോബിൻ രാധാകൃഷ്ണൻ, വേദലക്ഷ്മി എന്ന് പറയുന്ന കണ്ടന്റ് ക്രിയേറ്ററുമായിട്ടുള്ള ഇപ്പോഴത്തെ ഒരു വിഷയം നടക്കുന്നുണ്ടല്ലോ. അതിൽ റോബിൻ പണത്തിന് വേണ്ടിയിട്ടാണ് BJPയിൽ സ്ഥാനാർത്ഥിത്വം സ്വീകരിച്ചതെന്ന് പറയുന്ന ഒരു പരാമർശം അവർ പറയുകയുണ്ടായി. പക്ഷേ ആ പുറത്ത് വിട്ട ഓഡിയോ ആണെന്നാണ് റോബിൻ രാധാകൃഷ്ണൻ പറഞ്ഞത്. പാലാരിവട്ട സ്റ്റേഷനിൽ പരാതി കൊടുത്തു എന്നൊക്കെ പറയുന്നു. എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം? അല്ല, ഈ പുറത്തുവിട്ട ഓഡിയോ ആയിട്ടല്ല പരാതി കൊടുത്തത്. പരാതി മറ്റേ എനിക്ക് തോന്നുന്ന നേരത്തെ കൊടുത്തതാണ്. അതായത് ഒരുപാട് മാസങ്ങൾക്ക് മുമ്പേ പരാതി അവിടെ കൊടുത്താണ്. ആ പരാതി കൊടുക്കാൻ കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ പലപ്പോഴും ഞാൻ ഇത്ര രൂപ തരാനുണ്ട്, അത് ഇന്ന ഡേറ്റിൽ തന്നോളാം എന്നുള്ള വീഡിയോകൾ റെക്കോർഡ് ചെയ്ത് അവനൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ തെരഞ്ഞെടുപ്പിൻ്റെ സമയത്ത് ഇവനെ വിളിച്ച് അവർ ഇതൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൻ പറയണ ഒരു MLA സീറ്റല്ലേ, അതെങ്ങനെ കൈവിട്ട് പോയാലോ എന്ന് വെച്ച് ഇവൻ പെരുമ്പാവൂരോ എവിടെ കണ്ടുള്ള വീട്ടിൽ ചെന്ന് ഈ വേദലക്ഷ്മി എന്നെ ഇത് റെക്കോർഡ് ചെയ്തെടുത്തു എന്നാണ്. അപ്പം അതിൻ്റെ അർത്ഥം ക്ലിയറാണ്, ഇവൻ കുറച്ച് കാശ് കൊടുക്കാനുണ്ട്. ഇപ്പം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ എല്ലാവർക്കും വരും, നമുക്കൊക്കെ വന്നിട്ടുണ്ട്. പലപ്പോഴും കാശ് കൊടുക്കാനുണ്ടാവും, കൊടുക്കാനുള്ള കാശ് കൊടുത്താൽ തീരും, അതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല. പക്ഷേ ഇതിൽ ഏറ്റവും വലിയ കോമഡി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ താങ്കളൊരു വീഡിയോ കണ്ടിട്ടുണ്ടോ? അതായത് ഇവൻ ആക്റ്റീവായി BJPയിലേക്കാണ് ഇറങ്ങുമായിരുന്നു. കാരണം വേറെ എങ്ങും ഇപ്പം നിൽക്കാൻ ഒരു സ്ഥലം കൊടുത്തിട്ടില്ല, ഒരിടവഴി പോലുള്ള ഗ്യാപ്പ് ഇവന് നിൽക്കാൻ കിട്ടിയിട്ടില്ല. ഇപ്പോൾ ആകെ നിൽക്കാൻ കിട്ടിയത് BJPയിലേക്കാണ്. അപ്പോൾ ഈ കഴിഞ്ഞ ദിവസം യുവമോർച്ച എങ്ങാണ്ടും മറ്റേ ഒരു സമരം നടത്തുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവനെന്താ വെച്ചാൽ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ ഇവൻ മറ്റേ റീലൊക്കെ എടുക്കാൻ ആളുകളെ ഏർപ്പാടൊക്കെ ചെയ്തിട്ടുണ്ട്. മനസ്സിലായേ? ഇവൻ സത്യം പറഞ്ഞാൽ ഇവൻ വിചാരിക്കണത് ബാഹുബലി പോലെ ഷൂട്ട് ചെയ്യണമെന്നാണ് ഇവൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ബാഹുബലി അല്ല, എലീനെ പോലെയാണ് ഇവൻ ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഇവനെന്താ വെച്ചാൽ അത് തന്നെ, ഇവനൊരു വടിയായിട്ട് എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഓടി വരുന്നു, അത് തന്നെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവന്റെ ധാരണ, ഇവന്റെ ഉള്ളിൽ ഇവന്റെ ധാരണ എന്താണെന്ന് വെച്ചാൽ ഇവൻ മറ്റേ പർവാൾ ദേവനാണ്. മനസ്സിലായി? ഓടി വരികയാണ്. അപ്പോൾ സത്യം പറഞ്ഞാൽ ഇവന്റെ ഒരു ചെറിയ ബുദ്ധി വെച്ചിട്ട് ഇവൻ വിചാരിക്കണത് പോലീസുകാരൊക്കെ ഈ അലർച്ചയൊക്കെ ഇപ്പം തിരിഞ്ഞോടുമെന്നാണ്. കേരള പോലീസൊക്കെ തിരിഞ്ഞോടും, DGP ഒക്കെ കടലിൽ ചാടും. മിക്കവാറും രമേശ് ചെന്നിത്തലടക്കം വഞ്ചിയെടുത്ത് തുഴഞ്ഞ് പുള്ളി വേറെ എങ്ങോട്ടെങ്കിലും ആൻഡമാൻ നിക്കോബാർ ദ്വീപിലോ ശ്രീലങ്കയിലേക്കോ പോകുമെന്നാണ് ഈ പോഴം വിചാരിക്കുന്നത്. അപ്പോൾ ഇവരിങ്ങനെ ഓടി വരികയാണ്. എന്നിട്ട് ശരിക്കും പറഞ്ഞാൽ അവിടെ ബാരിക്കേഡ് മറ്റേ അവർ തടയാൻ വേണ്ടി വെക്കുന്ന സാധനങ്ങളാണല്ലോ, അതിൻ്റെ ഇടക്കോട്ട് വന്ന് ഇതൊക്കെ കുത്തി. പിന്നെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല. പിന്നെ പറഞ്ഞാണെങ്കിൽ ആളുകൾ അല്ല, ശരിക്കും ഓപ്പോസിറ്റ് കൂടെ പോലീസുകാർ ചോദിച്ചു ഷോക്കടിച്ചാണെന്ന് ചോദിച്ചു. അപ്പോൾ അവർ എന്തോ കംപ്ലൈൻ്റ് ആണല്ലോ, ചുഴലിയാണ്, അപ്പോൾ ഷോക്കാണെന്ന് ചോദിച്ചാൽ അവരിങ്ങനെ നോക്കണ്ട്. അപ്പോഴാണ് മനസ്സിലായി ഇവനാണെന്ന് കണ്ടത്. അപ്പോൾ പിന്നെ പോലീസുകാർക്ക് മനസ്സിലായി ഇവനെ അലറിലുള്ള ആൾ, കുഴപ്പമില്ലെന്ന് ചോദിച്ചു. ഇത് കഴിഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമയാണെങ്കിൽ നമ്മളിത് കട്ട് ചെയ്യണം, ഫസ്റ്റ് ഈ ഷോട്ട്. അത് കഴിഞ്ഞ് ഏതാനും നിമിഷങ്ങൾക്കകം എന്ന് പറഞ്ഞാൽ അടുത്ത ഷോട്ട് കാണിക്കണം. നോക്കുമ്പോൾ മറ്റേ പോലീസുകാർ വെള്ളം ചീറ്റിക്കണേ. ഇവനൊന്നും അത് കൊണ്ടിട്ടൊന്നും പരിചയമില്ലല്ല, ജലപീരങ്കിയൊന്നും ഇവൻ കണ്ടിട്ടില്ല. ഇവൻ വിചാരിക്കണ വെള്ളമല്ലേ, മനസ്സിലായി? അമ്പലത്തിലോ അല്ലെങ്കിൽ മറ്റേ കല്യാണ വീട്ടിലൊക്കെ തളിക്കണ പോലെ, ജസ്റ്റ് തീർത്ഥം തളിക്കണ പോലെ തലേ വന്ന് വീഴും, അപ്പം നമുക്ക് സുഖമായിട്ട് നിൽക്കാം. അല്ലെങ്കിൽ ഈ പിയേഴ്സ് സോപ്പായിട്ട് പോയാൽ അവിടെ നിന്ന് കുളിക്കാന്നൊക്കെ വിചാരിക്കണം. ഇത് വെള്ളം എന്നൊക്കെ പറഞ്ഞ ഒരു 1.5 ഫോഴ്സിലാളിലേക്ക് അടു തന്നെ. അതങ്ങാട് അടിച്ചപ്പോഴത്തേക്കൊണ്ടല്ല, ഞാൻ നോക്കുമ്പോൾ ഇവന്ന് ഇങ്ങനെയൊക്കെയുണ്ട്, വസന്ത പിടിച്ച കോഴികളെ കൂലെ ഇങ്ങനെയൊക്കെ ഉണ്ട്. ആ വസന്ത പിടിച്ച കോഴിനെ പോലെ നിൽക്കണം. അപ്പോൾ അത് കഴിഞ്ഞ് അതാണ് ഇവൻ്റെ ആ ഷോട്ട്. ആ ഷോട്ടൊക്കെ കണ്ടപ്പോഴായിരിക്കും എനിക്ക് വേണ്ട വേദലക്ഷ്മിക്കൊക്കെ തോന്നിയത് ഇവൻ എന്തൊരു വേഷം കിട്ടാണ്. നമുക്ക് ഒരു ഉള്ളിനുള്ളിൽ പാവം ചിലപ്പോൾ വേദലക്ഷ്മിക്ക് തോന്നിയിട്ടുണ്ടാവും. പുള്ളിക്കാരി ഇത്തിരി ബോധക്കേടാണ്. പുള്ളിക്കാരിയാണ് മറ്റേ LGBTQ
അങ്ങനെ അവരെ പ്രോത്സാഹിപ്പിക്കരുതെന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. വീട്ടിൽ കയറ്റില്ല ആ വീട്ടിൽ കയറ്റില്ല എന്നൊക്കെ പറഞ്ഞാൽ വെറും വിവരക്കേടാണത്. അത് പോട്ടെ, കാരണം അത്രയൊക്കെ പുള്ളിക്കാരിയുള്ളു. അപ്പോൾ അത് തോന്നുന്നില്ല. ഈ പുള്ളിക്കാരൊരു സുഹൃത്തു കൂടിയുണ്ട്. പിന്നെ ഈ പുറത്ത് വിട്ടേക്കണ വോയിസ് ക്ലിപ്പിലുള്ള എന്താണെന്നറിയാം, ഇവൻ്റെ ഒരു പത്രസമ്മേളനം ഉണ്ട്, അതിലേക്കേ പറയാം. വോയിസ് ക്ലിപ്പിലുള്ള എന്താണെന്നറിയാം, അതാണ് ഏറ്റവും വലിയ തമാശ. BJP എന്ന് പറഞ്ഞാൽ വർഗീയവാദികളാണ്. അപ്പം ഇവനറിയാം, ഇവനറിയാം വർഗീയവാദികളാണ്. പിന്നെ ഞാൻ വളരെ ഷൂഡായിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. എന്നിട്ട് ഇവന് ബോധക്കേടും അതിനകത്തിന് വെളിവാണ്ട്. ഇവൻ പറഞ്ഞ കുണ്ടറയിൽ നിന്നിട്ട് ഇവൻ ജയിക്കുമായിരിക്കും. ജയിച്ച ഒരു MLA അല്ലടാ, എൻ്റെ വലിയ സ്വപ്നമാണെന്ന്. MLA ആവുന്നത് അല്ല, അതും പോട്ടേന്ന് വെക്കുക. ഒരാളുടെ അത്യാഗ്രഹവും ആക്രാന്തവും ഒക്കെയാണ് നമ്മൾ പോട്ടേന്ന് വെച്ചിരിക്കുക. അപ്പം ഇവൻ്റെ അടുത്ത ഡയലോഗ് അത് കേട്ടിട്ട് ശരിക്കും പറഞ്ഞാൽ കിടന്നുകൊണ്ട് വീഡിയോ കൊണ്ട് ഞാൻ ചാടി എണീറ്റ് പോയി. ഞാനെങ്ങാനും മുഖ്യമന്ത്രി ആയാലുണ്ടല്ലോ, ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു മുഖ്യമന്ത്രി ആയിരിക്കും. MLA എങ്ങനെയായിരിക്കും എന്നറിയാമോ? പച്ച BMW കാറിൽ ഇങ്ങനെ വരുമെന്ന്, മ്യൂസിക്കൊക്കെ ഇട്ട്, എന്നിട്ട് ഇറങ്ങി നിന്നിട്ട് ഇങ്ങനെ അലറും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡുകാർ മറ്റേ ബോളിൽ പോണ മറ്റേ ആ KV ലൈൻ പൊട്ടിച്ച് താഴേക്ക് ഇട്ട് കൊടുക്കണം. അപ്പൊ അത് ഈ പിടിച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കറിയാം. നന്നായിട്ടല്ല. സത്യം പറയണെങ്കിൽ അവന് മുഖ്യമന്ത്രി എനിക്ക് തോന്നുന്ന പ്രളയമൊന്നും ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ നമ്മള് ചൂരൽമല, മുണ്ടക്ക അല്ലെങ്കിൽ അതുപോലത്തെ സ്ഥലങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പൊ വിഴിഞ്ഞം, നീണ്ടകര, ഇവൻ കൊല്ലത്താണ്, അതുകൊണ്ട് വിഴിഞ്ഞം നീണ്ടകര ഭാഗത്തൊക്കെ മറ്റേ തിരമാലകൾ അടിച്ചേറി വന്നാണെങ്കിൽ ഇവൻ അവിടെ നിന്ന് അലറിയാൽ മതി. തിരമാല പേടിച്ച് നാളെ രാവിലെ വരാം, ഞാൻ ഇനി ഇവൻ പോയിട്ട് വരാമെന്നും പറഞ്ഞ് എന്ത് കാര്യം. ഇവന് എന്താണ് ഇവൻ വിചാരിച്ചു? ഡയലോഗ് കേട്ടിട്ടാ ഞാനെങ്ങനെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പച്ച കാറിൽ ഞാൻ ഡിഫറൻ്റ് ആയിരിക്കും. അതാണ് ഡിഫറൻ്റ് ആണ്. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല. നമ്മുടെ കേരളീയർക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ പറയുന്നത്. ഇതുപോലെയുള്ള ഈ ബിഗ് ബോസിൽ വന്നിട്ടുള്ള ഇതുപോലെയുള്ള കുറേ ഈ പറയുന്ന പോലെ ചുറിയൻ പുഴുക്കളൊക്കെ എടുത്ത് കഴുത്തയിൽ വെക്കേണ്ട വല്ല കാര്യം ഉണ്ടാകുന്ന ഞാൻ വിചാരിക്കും. എന്നിട്ട് ഇവൻ മറ്റേ ദിൽഷയെ കെട്ടുവോ, ഇവൻ മറ്റേ ആരെ കെട്ടുവോ എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യുന്നു, ആളുകൾ ചർച്ച ചെയ്യുന്നു ഇവനെ കുറിച്ച്. പക്ഷെ വളരെ കൃത്യമായിട്ടുള്ളൊരു ഇത് പറഞ്ഞിട്ടുണ്ട്. ആരാന്നറിയാമോ? മറ്റേ ഷാലു പേയാണെന്ന് ആള് കേട്ടിട്ടുണ്ട്, ഒരു ക്യാമറമാനാണ്. അവൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവനെ കുറിച്ച്. അതായത് ഇവന്റെ ബൂഡായിപ്പും മറ്റേ അഭ്യാസത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഷാലു പേയാനോട് ചോദിക്കും, എന്നിട്ട് നീ എന്ന് തന്നെ ആരെങ്കിലും ഒന്ന് പരിചയപ്പെടുത്തുക എന്നൊക്കെ പറയും. അപ്പൊ ഏതെങ്കിലും ഒരു സെലിബ്രിറ്റിനെ പരിചയപ്പെടുത്തി നോക്കും. പിറ്റേ ദിവസം അവരുടെ ആ ഫോട്ടോയും ഇവൻ്റെ വെച്ച് താഴെ ഫേസ്ബുക്ക് പോസ്റ്റാണ്, ഇൻസ്റ്റാഗ്രാം പോസ്റ്റാണ്. അടുത്ത സിനിമ ഞങ്ങൾ ഒരുമിച്ച്. പ്രിയദർശനെ കൊണ്ട് പരിചയപ്പെടുത്തി. പ്രിയദർശൻ എന്ത് ചെയ്തു? പിറ്റേ ദിവസം അടുത്ത സിനിമ ഞങ്ങൾ ഒരുമിച്ച്. പിന്നെ ഇനി പരിചയപ്പെടുത്താൻ വേണ്ടി പോകണമെന്നില്ല. ഇപ്പൊ ഷാലുപ്പയുടെ ബോംബെയിൽ നിൽക്കണേ പ്രിയദർശനും ഉണ്ടെന്ന് വെച്ചോ, ഒരു മിനിറ്റ് ഒന്ന് കൊടുക്കുന്നു, ഞാനൊന്ന് എന്ത് ചെയ്യട്ടെ, മറ്റേ വീഡിയോ കോളിലൂടെ സംസാരിക്കട്ടെ എന്ന് പറയും. എന്നിട്ട് എന്ന് ചോദിച്ചാൽ മറ്റേ സ്ക്രീൻഷോട്ട് എടുത്ത് എന്ത് ചെയ്യും, എടുക്കും. എന്നിട്ട് പിറ്റേ ദിവസം വീഡിയോ പ്രിയദർശൻ അറിഞ്ഞിട്ടില്ല. പിന്നെ പുള്ളി രാവിലെ വന്ന് പത്രസമ്മേളനം നടത്താൻ പറ്റുമോ? ഇതേപോലെയുള്ള വേഷം കിട്ടാൻ. ഇപ്പൊ ഏറ്റവും ഒടുവിൽ എന്ത് പറ്റിയെന്ന് വെച്ചാൽ പയ്യൻ അതുപോലെ തന്നെ കാറൊക്കെ മേടിക്കണമെന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഹാൻഡ് കാറ് ഇവർക്കെന്ന് പറഞ്ഞാൽ മറ്റേ BMW ബെൻസും ഇല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, സഞ്ചരിക്കാൻ പറ്റില്ല. കാരണം ബാക്കി ബ്ലഡി ഇഡിയറ്റ്സ് ഒക്കെ സഞ്ചരിക്കണമല്ലോ ഓട്ടോറിക്ഷയിലോ അല്ലെങ്കിൽ ബസ്സിലോ ഒന്നും സാധാരണ കാറിലോ ഒന്നും അവർക്ക് സഞ്ചരിക്കാൻ പറ്റില്ല. BMW അതിനുവേണ്ടി ഇവന് എവിടെയോ കിടന്ന മറ്റേ നമ്മുടെ മാവുങ്കൽ, മറ്റേ മോൺസൺ മാവുങ്കൽ ചെയ്ത പോലെ എവിടെയോ കിടന്ന മറ്റേ ഭദ്രാവതി വണ്ടികളൊക്കെ എവിടെന്നോ മേടിച്ച് അതിൻ്റെ കാശും കൊടുത്തിട്ടില്ല. അങ്ങനെ ചെക്കൻ ആർഭാടമൊക്കെ കാണിച്ച് ആകെ ബുദ്ധിമുട്ടിലായി. കാരണം ഈ മറ്റേ ഇത് കഴിഞ്ഞാൽ പിന്നെ ഇവർക്ക് എന്താ വരുമാനമൊന്നും, ബിഗ് ബോസ് കഴിഞ്ഞാൽ ഒരു വരുമാനമില്ല. അതിൻ്റെ കഷ്ടത്തിലായപ്പോൾ ഇവൻ വേദലക്ഷ്മിയുടെ ഒരു സുഹൃത്തുണ്ട്, ആ പുള്ളിക്കാരൻ്റെ ഇന്ന് കുറേ കാശ് മേടിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാണ്. അതാണ് ഇവൻ പത്രസമ്മേളനത്തിൽ എന്ത് ചെയ്ത് ഇവൻ പറഞ്ഞ അവർ ഭീഷണിപ്പെടുത്തിയപ്പോൾ ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിലും ചെന്നിട്ട് ഇതുപോലെ വീഡിയോ കൊടുത്തപ്പോൾ വേദലക്ഷ്മിയാണ് അത് ഷൂട്ട് ചെയ്തെന്ന്. ഇവൻ ഭീഷണിപ്പെടുത്തുമെങ്കിൽ എന്ത് പറഞ്ഞാണ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളത്? എന്നിട്ട് എന്നിട്ട് ഇവൻ പറഞ്ഞു ഇവൻ കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട്. ആ പരാതി എന്താണ്, ഇവരിങ്ങനെയുള്ള വോയിസ് ക്ലിപ്പുകളൊക്കെ പുറത്തു വിടുമെന്ന് പറഞ്ഞ് പരാതി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ താങ്കളോട് പറയട്ടെ, എൻ്റെ വിശ്വാസം എന്ന് പറയുന്നത്, ഞാനിപ്പോൾ അന്വേഷിച്ച് അതിൻ്റെ പുറകെയൊന്നും ഇറങ്ങിയിട്ടില്ല, പക്ഷെ എൻ്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ എനിക്ക് അല്ലാതെ തന്നെ കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ച് ഈ വോയിസുകളല്ലേ ഉള്ളത്. കാരണം ഇത് വേദലക്ഷ്മി വന്നിട്ടൊരു വീഡിയോ വളരെ കോൺഫിഡൻ്റ് ആയിട്ട് വേദലക്ഷ്മി ഇടുന്നുണ്ട്. ചെറിയൊരു ഓലപ്പടക്കം പൊട്ടിച്ചപ്പോൾ നീ ഇത്രയും പരിഭ്രാന്തനായെന്ന് ചോദിക്കുന്നുണ്ട്.
തൃശ്ശൂർ പൂരം വരാനുണ്ട്. തൃശ്ശൂർ പൂരം വരാനുണ്ട്. തൃശ്ശൂർ പൂരം എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ തൃശ്ശൂർ പൂരം വരാൻ പോകണമെന്ന് പറഞ്ഞാൽ ഇതായിരിക്കും. ഏതാണെന്നറിയാമോ? ഒരു ഹൈപ്പോത്തറ്റിക്കൽ ഉത്തരം ഞാൻ പറയുന്നതാണ്. എന്നോട് പ്ലീസ് രാജീവ് ചന്ദ്രശേഖർജി ഒന്നും വിചാരിക്കരുത്. ശരിക്കും പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ കമഴ്ത്തി അടിച്ച് മറ്റേ പുള്ളീനെ പറ്റിച്ച് കോടികളുണ്ടാക്കി പുള്ളിയുടെ BJP സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനോ തട്ടിയെടുത്ത് MLA സ്ഥാനോ തട്ടിയെടുത്ത് മറ്റേ എന്ത് ചെയ്യാ മുഖ്യമന്ത്രി ആവുന്നുള്ള ലെവലിലുള്ള കമന്റ് വന്നിട്ട് പച്ചക്കാറിൽ എന്താണ് ചുവന്ന പെയിന്റിൽ മുഖവും മുക്കി വരുമെന്നൊക്കെ ആയിരിക്കും. എന്തൊക്കെ പ്രാന്താണ് ഇവരൊക്കെ ഈ നാട്ടിൽ എന്താണ് ഈ കാര്യം? ഡോക്ടറാണ് എന്നുള്ളതാണ് അതിശയിപ്പിക്കുന്ന ഒരു കാര്യം. റോബിന്റെ ഒരു കാറിൽ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ശരി, സത്യം പറഞ്ഞു BJPയുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു. ഇവിടെ തന്നെ 2020 സ്ഥാനാർത്ഥികളെ കൊണ്ട് തന്നെ മാക്സിമം ചീത്തപ്പേരുണ്ടാക്കി. അപ്പൊ അത് പോരെന്ന് വെച്ച് ഇവനെ കുണ്ട്രയിലെ സ്ഥാനാർത്ഥി. എന്നിട്ട് ഇവൻ ശരിക്കും പറഞ്ഞാൽ കുണ്ട്രയിൽ ഒരു സിനിമയിൽ പറയുന്നില്ലേ, മറ്റേ എണ്ണത്തല്ലാൻ അമരേഷ് പുരി എന്നൊന്ന് മറ്റേ ശ്രീനിവാസൻ പറയുന്നുണ്ട്. അപ്പൊ പറയണ്ട അമരേഷ് പുരി ഇതൊക്കെ പറഞ്ഞ് ഇവനെ ആളവിട്ട് തല്ലിക്കുന്നു. അപ്പൊ ആളവിട്ട് തല്ലിക്കുന്ന് പറഞ്ഞാൽ ഇവൻ പറയണേ ഇവൻ വെറുതെ ഒരു വാഗ്ദാനം കൊടുത്തു ഒരു സുപ്രഭാതത്തിൽ. എന്താണെന്നറിയോ? കുണ്ട്രയിൽ പ്രധാനമന്ത്രി വരുമോ? സത്യത്തിൽ ഞാനെന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും നമ്മളൊരു ആക്സസ് ഉണ്ടാക്കിയിട്ട് പ്രധാനമന്ത്രിയോട് ഒന്ന് ചോദിക്കണം ഈ കുണ്ട്ര. അപ്പൊ പിന്നെ നീ എന്റെ സംശയം ഈ കുണ്ട്ര എന്താണെന്ന് തന്നെ പുള്ളിനെ പറഞ്ഞു മനസ്സിലാക്കും. ഒരാളും പറഞ്ഞിട്ടില്ല. പുള്ളി വെറുതെ അങ്ങ് അടിക്കണേ. കുണ്ട്രയിൽ ഞാൻ ജയിച്ചാൽ എന്ത് ചെയ്യും? ചിലപ്പോ പ്രധാനമന്ത്രി കേൾക്കുന്നത് തന്നെ വേറെ ആയിരിക്കും. പിന്നെ എനിക്ക് ഇവനെ പലപ്പോഴും തോന്നിയിട്ടുള്ള ഏതാണെന്നറിയാം. അതിപ്പോ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. തുർക്ക്മെനിസ്ഥാൻ എന്ന് പറഞ്ഞൊരു രാജ്യമുണ്ട്. അവിടുത്തെ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു. അവിടുത്തെ ഭരണാധികാരി എങ്ങനെയാണെന്ന് പറയാം, അവിടെ ഒരു വലിയ ക്രൈറ്ററുണ്ട്. അതായത് മറ്റേ ഈ ഗ്യാസ് ഇങ്ങനെ വന്നിട്ട് തീ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് കെട്ടിട്ടില്ല, വർഷങ്ങളായി കത്തിക്കൊണ്ടിരിക്കുന്ന തീയാണ്. പുള്ളി അതിസാഹസികനാണെന്ന് ആളുകളെ കാണിക്കാൻ വേണ്ടി, അതായത് പുള്ളി ഭയങ്കര ഇതാണെന്ന് കാണിക്കാൻ വേണ്ടി പുള്ളി എന്ത് ചെയ്യും? നടന്നുകൊണ്ടിരിക്കും. അതിന് ചുറ്റും സൈക്കിൾ ഓടിക്കും, തീയുടെ ചുറ്റും. പിന്നെ അടുത്ത സാഹസിക പ്രകടനം എന്താണെന്നറിയാം, കുതിരയോട്ടത്തിൽ പുള്ളി പങ്കെടുക്കും. എന്നിട്ട് പുള്ളി എന്ത് ചെയ്യും? എല്ലാ മത്സരങ്ങളിലും പുള്ളി ജയിക്കും. പുള്ളി അല്ലാതെ ഇന്നുവരെ ആരും ജയിച്ചിട്ടില്ല. കാരണം ആരെങ്കിലും ജയിച്ചാൽ കുതിരയും കാണൂല, ജയിച്ചവനെയും കാണൂല. അതുകൊണ്ട് ആരും ജയിക്കാൻ പാടില്ല. സൈക്ലിംഗ്. പിന്നെ അടുത്ത അഭ്യാസം എന്താണെന്നറിയാമോ? സൈക്ലിംഗ്. അതായത് പുള്ളി വോളിബോൾ എന്ത് ചെയ്യുന്നു, മറ്റേ ബാസ്കറ്റ് ബോൾ എന്ത് ചെയ്യും, ഇങ്ങനെ ഇടുന്നു. എല്ലാം കറക്റ്റായിട്ട്. അതായത് ഇവിടെ നിന്ന് ഇടണം, ദൂരെ നിന്ന് ഇടണം, എല്ലാം കറക്റ്റായിട്ട്. സംഭവം മനസ്സിലായ? കറക്റ്റായത് മാത്രമേ എടുക്കുള്ളൂ. അതായത് ഒരു തവണ ഇടണുള്ളൂ, ബാക്കിയെല്ലാം ഇങ്ങനെ കാണിക്കണേ ഉള്ളൂ. മറ്റേ എന്താണ് അപ്പൊ അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് തോന്നി അത് പോരാ. ഏത് എന്റെ ത്രില്ലില്ല. കാരണം ജനത്തിനൊരു ഇമേജ് പോരെന്ന് തോന്നിയിട്ട് ഈ മണ്ട ശിരോമണി എന്ത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സൈക്കിളിൽ ഒരു കൈ വെച്ച് ബോളിടും. അവിടത്തെ ജനങ്ങളാകെ ദുരിതത്തിലും കഷ്ടപ്പാടിലും ജീവിച്ചുകൊണ്ടിരിക്കണേ. അപ്പോഴാണ് ഇവിടെ എന്ത് സൈക്കിളിൽ ബോളിട്ട് ഇവന്റെ സാഹസിക അതുപോലുള്ള ഒരു ഐറ്റമാണ് ഇത്. എനിക്ക് തോന്നണ പുള്ളിയുടെ ഏതോ കുഞ്ഞമ്മയുടെ അനിയനായിട്ട് വരുമെന്നാണ്, കുഞ്ഞമ്മയുടെ മോനായിട്ട് വരുമെന്ന് എനിക്ക് തോന്നണം. ഇത് അതൊക്കെ മേലുള്ള റേറ്റുമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള. എന്നിട്ട് പുള്ളി ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ തന്നെ ആളുകൾ ഷൂട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ അറിയാതെ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. എന്താണെന്നറിയാമോ? ഒരു 150 തവണ ഇടാൻ നോക്കിയിട്ട് പറ്റാത്തത്. അപ്പൊ ഒരു തവണ. എന്നിട്ട് അതുപോലെ കുതിരപ്പന്തയം നടക്കുമ്പോൾ കുതിര ഓടിക്കുമ്പോഴത്തേക്ക് പുള്ളി അലച്ചിക്കെട്ടി വീഴുന്നത് കപ്പന്നടിച്ച് വീട് ഇതിൽ പോകുന്നു. ഓക്കെ, അന്നങ്ങനെ ഒരു തവണ വീണിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഗാലറിയിൽ ഇരുന്ന് എല്ലാവരുടെയും ഫോൺ അപ്പം തന്നെ പോലീസുകാർ പിടിച്ചു ഒഴിച്ചു. കാരണം ഈ സംഭവം ഒരിക്കലും പുറത്തേക്ക് പോകാൻ പാടില്ല. അതുപോലെ പുള്ളി കൊല്ലപ്പെട്ടു എന്ന് പറയുന്ന ഒരു വാർത്ത വന്നു. പുള്ളി കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞൊരു വാർത്ത വന്നപ്പോൾ സാധാരണ ആളുകളൊക്കെ എന്ത് ചെയ്യുക, നമ്മളൊരു വീഡിയോ സന്ദേശത്തിലൂടെ നമ്മൾ കൊല്ലപ്പെട്ടിട്ടില്ല എന്ന് പറയാലോ. പുള്ളി ഡിഫറെൻ്റ് ആണ്, അരീബിനെ പോലെ തന്നെ എൻറ്റയർലി ഡിഫറെൻ്റ്. പുള്ളി എന്ത് ചെയ്തറിയാമോ? ഹെൽത്ത് ക്ലബിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഏത്? അപ്പുറത്ത് 150 കിലോ, ഇപ്പുറത്ത് 150 കിലോ, 250 കിലോ, 500 കിലോൻ്റെ മറ്റേ ഇതെടുത്ത് അടിക്കണിങ്ങനെ നെഞ്ചത്തേക്ക്. ഏത്? മറ്റേ തെർമോക്കോൾ വെച്ച് ഉണ്ടാക്കിയ സാധനം എടുത്ത് എന്ത് ചെയ്യണം? അതേപോലെ ഒരു ഐറ്റോണ് എന്ത് ഇവൻ അങ്ങോട്ട് കയറ്റി അയക്കാൻ ഗവൺമെന്റ് എത്രയും പെട്ടെന്ന്. എന്നിട്ട് പുള്ളിയോട് പറയണേ നിങ്ങൾ എടുത്തോന്ന് പറയണം. ഞാൻ കുറേ നാൾ മുമ്പാണ്, ഇപ്പോഴും പുള്ളി തന്നെയാണ് ഭരണാധികാരി തന്നെ എൻ്റെ വിശ്വാസം. പുള്ളീനെ എന്ത് ചെയ്തോ, ഈ നമ്മുടെ ആർണോൾഡ് ഷ്വാസ്നഗറുടെ സിനിമ വന്നതിന് ശേഷമാണ് ഇയാൾ ഇങ്ങനെ തുർക്ക്മെനേറ്റർ എന്ന് എന്ത് ചെയ്യാൻ തുടങ്ങിയത്.
തുർക്ക്മെനിസ്ഥാൻ എന്നാണ് ആ രാജ്യത്തിന്റെ പേര്. USSRൽ വിട്ടുപോയ രാജ്യമാണ്. ഒന്ന് ആലോചിച്ചു. അയാൾക്ക് പോലും പക്ഷെ പച്ച പെൻസില്ല അവിടെ നോട്ട്. പുള്ളി പച്ച പെൻസിൽ എന്ത് ചെയ്യും? പച്ച BMW. അത് തന്നെ, പച്ച BMW എന്ത് ചെയ്യും? വ്യത്യസ്ത. പിന്നെ ഇവരൊക്കെ വിചാരം എന്ന് വെച്ചാൽ ഇവർക്കെന്തോ ഇൻഫ്ലുവൻസേഴ്സ് ആണ്. ഇവരാരെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടാണ്? ഈ അഖിൽ മാരാരി ഇവിടെ തൃക്കാക്കരയിൽ വന്ന് മത്സരിച്ചു. ശരിക്കും പറഞ്ഞാൽ 2 പാർട്ടി ഒറ്റക്കൊറ്റക്ക് മത്സരിച്ചപ്പോൾ 29,000 വോട്ട് കിട്ടി. ഇവൻ മത്സരിച്ചപ്പോൾ 21,000 വോട്ട്. അപ്പൊ ആരാരെ ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറഞ്ഞ എവിടെ ഇൻഫ്ലുവൻസ് ചെയ്ത്? ബോധമുള്ള ജനങ്ങള് പണി കൊടുത്തു. പിന്നെ ഇവന്റെ ഈ തുർക്ക്മെനേറ്ററിന്റെ ഇതുപോലെ ഇവന്റെ വേഷം കിട്ടുന്നുണ്ട്. അതായത് എന്താണെന്നറിയാം, ഇവൻ മറ്റേ ക്രിക്കറ്റ് കളിക്കുന്നു. ക്രിക്കറ്റ് എന്നൊക്കെ പറഞ്ഞാൽ മറ്റേ വാശിക്ക് അടിക്കണേ, ഒരു ബോൾ അതുമ്മേ കൊള്ളണ്ടേ. ഇവനേതാണ്ട് മറ്റേ വടിച്ച് തകർക്കുന്നുള്ളതുകൊണ്ട് വാഞ്ഞു വീശണേ, പക്ഷെ ബോൾ കൊള്ളുന്നില്ല. ഏറ്റവും വലിയ തമാശ താങ്കളൊന്ന് മനസ്സിലാക്കണം, ഇത് ചിരിക്കുമ്പോ ഇതൊരു 15 തവണ എടുത്തിട്ട് ഒരെണ്ണം പോലും കൊള്ളാത്തോണ്ട് ആ റെയിൽ വിട്ടത്. അതായത് ഒരെണ്ണമെങ്കിലും കൊണ്ടുണ്ടെങ്കിൽ അത് മാത്രം എന്ത് ചെയ്യുള്ളൂ. അപ്പൊ റോബി മോനെ നമുക്ക് ആകെ പറയാനുള്ളത്, അവരോട് ചെന്നിട്ട് ഇപ്പൊ കാശൊക്കെ ഇല്ലാതൊക്കെ വരാതൊന്നും കുഴപ്പമൊന്നുമില്ല, പക്ഷെ പറയുക പണിക്ക് പോവുക, ആളെ പറ്റിക്കണം, പരിപാടി നടത്തുക. പ്രത്യേകിച്ച് ഒന്ന് ആലോചിച്ച് നോക്കുക, BJP പറ്റിച്ച് കാശുണ്ടാക്കാന്ന് വിചാരിച്ചു. ആരാ? BJP അവരുടെ ആളുകളെ. ശരിക്കും പറഞ്ഞാൽ BJP എനിക്ക് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് ആശയപരമായൊക്കെ നമ്മൾ തമ്മിൽ വിയോജിപ്പുണ്ട്, നമ്മൾ തമ്മിൽ എതിർക്കും. പക്ഷേ എങ്കിൽ പോലും നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയാണ്. ആ രാഷ്ട്രീയ പാർട്ടിയുടെ ആശയത്തിൽ വിയോജിക്കുന്ന നിരവധി പേരുണ്ട്. അവരാരെങ്കിലും വിളിച്ച് മത്സരിപ്പിക്കും. ഇപ്പോൾ ഗോപകുമാർ, V മുരളീധരൻ, രാജീവ് ചന്ദ്രശേഖർ എന്നൊക്കെ പറഞ്ഞാൽ അവരൊക്കെ ആശയത്തിൽ വിശ്വസിക്കുന്നവരാണെന്നാണ് നമ്മൾ വിചാരിക്കണം. അപ്പോൾ അവരെ പോലുള്ള ആളുകൾ വെച്ച്, അല്ലാതെ ഇതുപോലെയുള്ള മറ്റേ പാഴ്ത്തടികളെയൊക്കെ എന്ത് ചെയ്യരുത്, വിളിച്ച് കയറ്റി നിങ്ങളെ നാണം കെടുത്തല്. ഇപ്പൊ ഈ അഖിൽമാരാര് പോയിട്ട് തന്നെയുള്ള നാണക്കേട്. അല്ല, ഇതിലിപ്പോ വേദ പറയുന്നതിലിപ്പോ തെറ്റെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അഖിൽമാരും പറഞ്ഞത് ഇതേ കാര്യം. അല്ല, വേദ ഇത്ര പറയുള്ളൂ, കാശ് മേടിച്ചാൽ അത് തിരിച്ചു കൊടുക്കും. ഇനി തിരിച്ചു കൊടുക്കാം. ചിലപ്പോൾ നമ്മളൊക്കെ ജീവിതത്തിൽ ബുദ്ധിമുട്ട് അവസ്ഥകളൊക്കെ ഉണ്ടാവുമല്ലോ, അതൊക്കെ എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അവസ്ഥ ഉണ്ടെങ്കിൽ അത് തുറന്ന് സത്യസന്ധമായിട്ട് പറ, അതെ ഞാൻ ഇത്രയും കാശ് കൊടുക്കാണ്ട്. എന്നിട്ട് ഇവൻ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് വെച്ചാൽ അവരൊക്കെ വേറെ ഏതോ അക്കൗണ്ടിലേക്ക് കാശിടാൻ പറഞ്ഞു, എന്നിട്ട് ആ അക്കൗണ്ടിലേക്ക് ഞാൻ ഇട്ട് കൊടുത്തു, 15 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു, 10 ലക്ഷം രൂപ ഇട്ട് കൊടുത്തു, 20 ലക്ഷം രൂപ. എന്നിട്ട് ഇവൻ തന്നെ കൊണ്ട് നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ വരും, നമുക്ക് അവിടെ നിന്ന് സംസാരിക്കാമെന്നാണ് പറയണം. 45 ലക്ഷം ഉണ്ട്, 75 ലക്ഷം ഉണ്ട്. നിങ്ങൾ ഈ കാശ് എന്ത് ചെയ്യും? കാശ് തിരിച്ചു കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കൂ, ഇല്ലെന്നുണ്ടെങ്കിൽ അവരോട് മര്യാദക്ക് എന്നിട്ട് പറയൂ, ദേശീയ പൊന്നേട്ടാ ഞാൻ കാശ് തരാൻ, ഷോ നിർത്തൂ. ഏത് പട്ടി ഷോ നിർത്തൂ. അദ്ദേഹത്തിന്റെ ഒരു ഐഡന്റിറ്റി വേണമല്ലോ. ഇത്ര നാള് ബിഗ് ബോസ് താരം എന്നായിരുന്നു, ഇപ്പൊ ചാനലുകളിലൊക്കെ വാർത്ത മാറി, BJP യുവ നേതാവെന്നായി. അതാണ് ഞാൻ പറയണ, ഇതൊറ്റ വരി കൊണ്ട് തീർക്കാവുന്ന പ്രശ്നം BJPക്കുള്ളു. BJPയുടെ മറ്റേ സുരേഷോണും രാജീവ് ചന്ദ്രശേഖരനോടൊക്കെ എനിക്ക് സ്നേഹബുദ്ധി ഉപദേശിക്കാനുള്ളത് ഒറ്റ വരി. അതായത് എന്ത്, റോബിൻ രാധാകൃഷ്ണനെ ഞങ്ങൾ പുറത്താക്കി, ചവിട്ടി എന്നുള്ളത് ബ്രാക്കറ്റിൽ ഇട്ടേക്കുക, എന്നിട്ട് പുറത്താക്കിയിരിക്കുന്നു, ഓക്കെ ഒപ്പ് എന്ന് മാത്രം ഇട്ടിട്ട് ഒരു പ്രസ് റിലീസൊക്കെ കൊടു, ഈ സാധനം എന്ത് ചെയ്യട്ടെ. ഞാൻ പറയണത്, നമ്മളിപ്പോ ഒരു ഒച്ചക്ക് ഇവിടെ വന്നിരുന്ന കുടഞ്ഞു കളയില്ല, അതുപോലെ കുടഞ്ഞു കളാ, സമയം കളയല്ലേ, പോകില്ല. പുള്ളി പോകില്ല. കാരണം എന്താ വെച്ചാൽ പുള്ളി അടുത്ത വകുപ്പ് എന്ത് ചെയ്യും, വേറെ എവിടെയെങ്കിലും നോക്കും. അല്ലെങ്കിൽ പുള്ളി ശരിക്കും പറഞ്ഞാൽ പുള്ളി ഇനി ഒന്നും പറ്റിയില്ലെങ്കിൽ പുള്ളി പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കും. കാരണം വിജയ് അവിടെ എന്ത് ചെയ്ത്, വിജയ് എന്ത് ചെയ്തല്ലോ, വിജയ് എളുപ്പത്തിൽ ജയിച്ചല്ലോ. പിന്നെ റോബിൻ രാധാകൃഷ്ണൻ ഈ നാട്ടിൽ എന്തോരം പോപ്പുലാരിറ്റി ഉണ്ട്. നിന്ന താങ്കൾ വോട്ട് ചെയ്യും, ഞാൻ വോട്ട് ചെയ്യും, ക്യാമറമാൻ വോട്ട് ചെയ്യും, എല്ലാവരും വോട്ട് ചെയ്യും. എനിക്ക് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന ആ ഒരു അലർച്ച മാത്രമാണ്. പണ്ട് മുതലേ അലറുന്ന ഒരു അലർച്ച ഉണ്ടല്ലോ, ഈ സാധനം മാത്രമാണ് റോബിൻ രാധാകൃഷ്ണൻ എന്ന് പറയുന്നത്. കോൺട്രിബ്യൂഷൻ എന്താണ് ഇയാളുടെ? അല്ല, കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ഇവനെ പോലെ ഒരാളാകരുത് എന്ന് പറയുന്ന ഒരു കോൺട്രിബ്യൂഷൻ. അത് വളരെ നല്ലൊരു ഒരാളെ ഇങ്ങനെ എന്ത് ചെയ്യണം, എന്തൊരു അവസ്ഥയാണെന്ന് ആലോചിച്ചു. ഈ നാട്ടിൽ കേരളത്തിലാണല്ലോ ദൈവം ഇതൊക്കെ നടക്കണേന്ന് ഞാൻ വിചാരിക്കണം. അതും അദ്ദേഹം ഒരു ഡോക്ടറാണ്. ഏത് BJP ചേർന്ന് BJPയിൽ നിന്ന് എങ്ങനെയെങ്കിലും കാശടിച്ചു മാറ്റി. എന്നിട്ട് ഇവ പറയുന്നൊരു വാചകമുണ്ട്, എല്ലാവരും വിചാരിക്കണ ഇലക്ഷൻ എന്നപ്പോൾ എനിക്ക് ഒരുപാട് ലക്ഷങ്ങൾ കിട്ടിയിരുന്നു, അപ്പൊ അത് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൊടുക്കാന്ന് പറഞ്ഞാണ് മറ്റവരുടെ കാല് പിടിച്ച് വീഡിയോ. എല്ലാരും വിചാരിക്കണം, വേദലക്ഷ്മി നീ വിചാരിക്കണമല്ലോ എനിക്കൊന്നും കിട്ടിയില്ല, 5-ന് പൈസ കിട്ടിയില്ല. ശരിക്കും ഇവരെന്നെ എന്ത് ചെയ്തു, ഇതിലും നല്ലത് അഖിൽമാരാര് പറഞ്ഞ പോലെ വന്നെന്ന് പറഞ്ഞു. അല്ല, പിന്നെ ഇവന്റെ ഡയലോഗ് ഉണ്ട്, ഇവൻ അഖിൽമാരാര് പറഞ്ഞേക്കണ വാചകം തന്നെ ഇവനും പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയാം, ഞാൻ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും, രാഷ്ട്രത്തിന് വേണ്ടി പ്രവർത്തിക്കും, പിന്നെ എനിക്ക് വേണ്ടി പ്രവർത്തിക്കും.
കാര്യം മനസ്സിലായ ഞാൻ ഷൂഡ് ബിസിനസ് മാൻ അതുകൊണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കും. പിന്നെ അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തിട്ട് പിന്നെ നമ്മൾ ഇത്തിരി ഇസ്കിയാലും കുഴപ്പമില്ല. അവർക്ക് കൊടുക്കാം. കൊടുക്കുക. ഇസ്കിയായിട്ട് വേണമല്ലോ എന്ത് ചെയ്യാനായിട്ട്, പച്ച BMW മറ്റേ കടം വീട്ടണം, പിന്നെ എന്ത് ചെയ്യണം, പോഷായിട്ട് ജീവിക്കണം, മറ്റേ ഷോ കാണിക്കണം എന്നുള്ളത്. ഈ ഷാലുപ്പേട് പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഏത് ഇവൻ വെറും അഭ്യാസിയും തരികിടയുമാണെന്നുള്ളത്. അപ്പോൾ ആ തരികിടയുടെ അങ്ങേറ്റം ഇവനെയൊക്കെ വലിച്ച് എന്തിനാ. എന്നിട്ട് BJP പറയുന്നത് ഇവനോട് ഇലക്ഷൻ്റെ സമയത്ത് യാതൊരുവിധ കുഴപ്പവും വരരുത്, ഈ വാർത്തകളൊന്നും പുറത്തു. എൻ്റെ പൊന്ന് BJPക്കാരാ ശരിക്കും പറഞ്ഞാൽ എന്ത് ചെയ്യണം. ഞാനിപ്പോൾ കേന്ദ്രത്തിലൊക്കെ ഈ ഞാനിപ്പോൾ പറയുന്നില്ല, അപ്പോൾ ചില ആളുകളെയൊക്കെ നമുക്കും അറിയാം, പുറത്തുള്ള ആളുകളൊക്കെ, അത് കേരളത്തിന് പുറത്ത് കർണാടകത്തിലും ബാക്കിയുള്ളതിലൊക്കെ ഉള്ള വലിയ നേതാക്കന്മാരൊക്കെ പലരും ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ വിളിച്ച് പറയണമെന്ന് വെച്ചാൽ നിങ്ങൾ എന്താണ് ഈ കാണിച്ചുകൊണ്ടിരിക്കുന്നത്? സ്വന്തം തലക്ക് ആരെങ്കിലും വെടിവെക്കുമോ? ഇത് ശരിക്കും പറഞ്ഞാൽ വെടിയുണ്ട റോബിൻ രാധാകൃഷ്ണനാണ് സ്വന്തം തലക്ക് വെച്ചുകൊണ്ടിരിക്കുന്നത്. വല്ല കാര്യമുള്ള കാര്യമാണ്. എന്നിട്ട് പറഞ്ഞാൽ ഇനി ഞാൻ നിങ്ങൾക്ക് പ്രസ് മീറ്റ് ഒന്നുമില്ല, ഇത് ലാസ്റ്റത്തെ പ്രസ് മീറ്റാണ്, ഇനി ഞാൻ നിയമപരമായി അവർ വന്ന് നേരിടട്ടെ, ഞാൻ നേരിടാന്നൊക്കെയാണ്. അപ്പം ഇവൻ എന്ത് കണ്ടിട്ടാണ് പേടിച്ചത് എന്ന് ചോദിച്ചാൽ മതി. എന്ത് കണ്ടാൽ പേടിച്ചതെന്ന് വെച്ചാൽ ഒറ്റ കാര്യമുള്ളൂ, ഇവൻ ക്യാഷ് കൊടുക്കാണ്ട്. അതിന് കുഴപ്പമൊന്നുമില്ല, പണം കൊടുക്കാനുള്ള അതിനൊന്നും ഞാൻ കുറ്റം പറയില്ല. ഒറ്റ കാര്യമുള്ളൂ, ഈ വേഷം കെട്ടും അഭ്യാസവും ആക്രാന്തവും നിർത്തി മനസ്സമാനത്തോടും മര്യാദയ്ക്ക് എന്ത് ചെയ്യാൻ നോക്ക്. പിന്നെ ഇവൻ കിടന്ന് അലറിയിട്ട് കേരള പോലീസൊന്നും എന്ത് ചെയ്യാൻ പോണില്ല. അവരെ വായിലേക്ക് എങ്ങനെ വെള്ളം അടിച്ചെങ്കിൽ എന്ത് ചെയ്താനെ, മൂക്കിൽ കൂടി വെള്ളം വന്നാനെ, മനസ്സിലായി. പിന്നെ 2 വഞ്ഞിയും കൂടി വെക്കേണ്ട ആവശ്യം വരുള്ളായിരുന്നു. വാങ്ങ തുറന്നു നിൽക്കുമ്പോഴാണ് മറ്റേ വെള്ളം വന്ന് അടിച്ചേക്ക്. ബാക്കിയുള്ള പിള്ളേർക്കൊക്കെ കുഴപ്പമില്ല, കാരണം അവർക്ക് ഈ ജലപീരങ്കിയൊക്കെ കൊണ്ട് നല്ല പരിചയം ഉണ്ട്. ഇവനതില്ല. BJP എന്താണെന്നറിയില്ല, എനിക്ക് മോദിയെ ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ രാഷ്ട്രീയം ഒന്നും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ രാന്ന് പോലും പറയാൻ പറ്റില്ല ഇവന്. അറിയില്ല, എനിക്ക് മോദിയെ ഇഷ്ടമാണ്. അല്ല, ഇവൻ അതിലും പറയണ്ട, ഇവൻ അതിലും ഇവന്റെ തന്ത്രജ്ഞത ക്രൂക്കഡ്നെസ് ആണ്. അതായത് രാഷ്ട്രീയം അറിയാന്ന് വെച്ചാൽ എന്താ ഒന്നും അറിയില്ല, പക്ഷെ ഞാൻ മോദിയുടെ വലിയ ഭക്തനാണെന്ന് ഞാൻ പറഞ്ഞു. ഏത് അത് ആ ഒരു പേര് കണ്ടിട്ട് അത് പിടിച്ച് കയറി. ഇപ്പൊ BJPക്കാർക്ക് മോദി ഭക്തനാണെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഇവന് സീറ്റ് കൊടുക്കണം. എന്തിനു ഇവന് സീറ്റ് കൊടുക്കണം? ശരിക്കും പറഞ്ഞാൽ ഇവൻ വന്നതുകൊണ്ട് പാവം മറ്റേ വിഷ്ണുനാഥൊക്കെ രക്ഷപ്പെട്ടു, കാരണം അവിടെ നിന്ന് എളുപ്പത്തിൽ ജയിക്കാന്ന് മനസ്സിലായി. ശരിക്കും പറഞ്ഞാൽ ഒന്ന് ആലോചിച്ച് നോക്കി, എന്തൊരു അവസ്ഥയാണ്. ഒരു താങ്കൾ അറിയേണ്ടത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ പാർട്ടിക്കാണ് BJP. അത്രയും ആളുകളുള്ള പാർട്ടിയാണ്. ആ പാർട്ടിയിലേക്ക് ഈ പറയുന്ന മറ്റേ ഇത്തരത്തിലുള്ള പാരസൈറ്റുകളെയൊക്കെ എടുത്തു വെക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ പാഴ്ത്തടി വെറുതെ കടലിൽ കൂടി ഒഴുകിപ്പോയ പാഴ്ത്തടി വലിച്ച് സ്വന്തം കക്ഷത്തിൽ വെക്കേണ്ട ആവശ്യം BJPക്കുണ്ടോ? എന്ത് കാര്യം ഇരിക്കണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സുരേഷ് എന്ത് ചെയ്യും, മറ്റേ ഇത് ജനറൽ സെക്രട്ടറിയാണ്, അതുപോലെ തന്നെ ഇതുമൊക്കെ ഉണ്ട്. ഒന്നാമത്തെ ഫണ്ട് അതൊന്നും തട്ടിപ്പും ഇതാന്നൊക്കെ പറഞ്ഞ് ഉള്ള ചീത്തപ്പേരുണ്ട്. പിന്നെ കുറച്ച് ചീത്തപ്പേര് കുറഞ്ഞിരിക്കുമ്പോഴാണ് എന്നാൽ എന്ത് ചെയ്തേക്കാം, തലയിൽ കാഷ്ടിച്ചേക്കാന്ന് വെച്ച് മറ്റേ നമ്മുടെ TG മോഹൻദാസ് ചെയ്തിട്ട് പോയത്. ഇങ്ങനെയുള്ള നിരവധി തലവേദനകളുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടി ഈ ഇതെടുത്തു വെക്കല്ലേ, കാരണം ഈ വോയിസ് ക്ലിപ്പ് ഒന്നല്ല വരാൻ പോകുന്നത്. ചന്ദ്രശേഖർ ജാഗ്രത. അപ്പൊ അതുകൊണ്ട് തൃശ്ശൂർ പൂരത്തിന്റെ പൂരം നടക്കാൻ പോണെന്നാണ് പുള്ളിക്കാർ പറഞ്ഞത്. ഇനി പൂരം അല്ലെങ്കിലും ചെറിയൊരു വെടിക്കെട്ടെങ്കിലും എന്ത് ചെയ്യും നടക്കും. അപ്പൊ അതുകൊണ്ട് ഇവന് ഇതിലും വലിയ വെടിത്തൊക്കെ മറ്റു പലരോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുപോലെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ പറഞ്ഞു പോയതൊക്കെ ആളുകൾ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ റെക്കോർഡ് ചെയ്ത് വെച്ചത് പുറത്തേക്ക് വിടുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ വെറും നാണക്കേടാവും. അപ്പം അതിനു മുമ്പ് ഒരൊറ്റ ഏത് റോബിൻ രാധാകൃഷ്ണനെ BJPയിൽ നിന്നും എന്താണ് ബ്രാക്കറ്റിൽ ചവിട്ടി എന്നുള്ളത്. ചവിട്ടി എന്ന് പറഞ്ഞാൽ മറ്റേ ഏതാണ് മാറ്റെന്ന് ഉദ്ദേശിച്ചാൽ മതി. മാറ്റിൻ്റെ ഒരു ഫോട്ടോ കൊടുത്താലും മതി. പുറത്താക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് എന്ത് ചെയ്യുക, അത്ര ചെയ്യേണ്ട കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ ഇനിയും നാറും.